الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമദാനിൽ രാവും പകലുമായി നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹു പൂർണ്ണമായും നന്മയായി നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. മാനുഷികമായി വന്നു പോകുന്ന വീഴ്ചകളെല്ലാം അല്ലാഹു നമുക്ക് പൊറുത്തു തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അറബ് ലോകത്തടക്കം പ്രയാസമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അല്ലാഹു പൂർണ്ണമായ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാനും തൗഹീദിലായി മരിക്കാനും അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിൽ ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മാസമാണ് റമദാൻ. ഒട്ടനേകം ചരിത്രങ്ങൾ റമദാനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും എപ്പോഴും നാം കേൾക്കുകയും പറയുകയും ചെയ്യുന്ന
ഓരോ റമദാൻ കടന്നു പോകുമ്പോഴും ഒരു ഖുതുബയിലോ അതല്ലെങ്കിൽ റമദാനുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലോ എവിടെയെങ്കിലുമൊക്കെ കേൾക്കാതെ ഒരു റമദാൻ അവസാനിക്കാത്ത ചരിത്രമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ആ ബദറിൻ്റെ ചരിത്രം പറയുമ്പോൾ തങ്ങളെക്കാൾ 3 ഇരട്ടി വരുന്ന ഒരു സൈന്യത്തെ നേരിടാൻ 313ഓളം വരുന്ന സ്വഹാബത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇറങ്ങിത്തിരിച്ചതും ആ രംഗത്തുള്ള സ്വഹാബത്തിൻ്റെ ത്യാഗസന്നദ്ധതയും നമ്മൾ പറയാറുണ്ട്. തങ്ങളുടെ മുന്നിൽ സർവായുധ സജ്ജരായി ഒരുങ്ങി നിൽക്കുന്ന ഒരു സൈന്യത്തെ നേരിടാൻ സാധാരണ അറബികളുടെ നാടിൻ്റെ ആ കാലഘട്ടത്തിലെ ചര്യനുസരിച്ച് എല്ലാവരുടെ അടുത്തും ഒരു വാളുണ്ടാകും. തങ്ങൾ ആ നാട്ടുനടപ്പിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നതിനപ്പുറം ഒരായുധവും കയ്യിലില്ലാത്ത കേവലം 70 ഒട്ടകങ്ങളും 2 കുതിരകളുമായി ഒരു വലിയ സൈന്യത്തെ നേരിടാൻ പോയ ആ ബദറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പ്രവാചകരെ, താങ്കൾ ഞങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും എന്താകുമെന്ന ഒരു ആശങ്കയിലാകരുത്. പ്രവിശാലമായ ഒരു സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ബർക്കുൽ ഗിമാദിലേക്ക് അതിദൂരമായ ഒരൽപ്പം പ്രയാസകരമായ ഒരു യാത്രയ്ക്ക് താങ്കൾ ഞങ്ങളോട് പറഞ്ഞാൽ പോലും തയ്യാറാകുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് മുഹാജിറുകളും അൻസ്വാറുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത പിന്തുണയെക്കുറിച്ച് ബദറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ബദറിന് ലഭിച്ച വിജയവും അതുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ അവസ്ഥകളും എല്ലാം നമ്മൾ പറയാറുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, എന്തായിരുന്നു അവർക്കുള്ള പ്രചോദനം എന്നതാണ്. ഇങ്ങനെ സാഹചര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ കണ്ണിനാൽ, മനുഷ്യൻ്റെ അറിവിനാൽ നോക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം തങ്ങൾക്ക് പ്രതികൂലമാകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും തങ്ങളെക്കാൾ 3 ഇരട്ടി വരുന്ന ഒരു സൈന്യത്തെ നേരിടാനും ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ നിർവഹിക്കാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്ന് നിൽക്കാനുമൊക്കെ അവരെ പ്രചോദിപ്പിച്ച ഘടകം എന്താണ് എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടോ? അവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ലഭിക്കാനുള്ള പ്രതിഫലത്തെക്കുറിച്ചും വരാനുള്ള സ്വർഗത്തെക്കുറിച്ചും ഇത് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന, സ്വർഗം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു ഇറങ്ങിപ്പുറപ്പെടലാണ് എന്ന അവരുടെ ബോധ്യവും അതിനോടുള്ള അവരുടെ ആഗ്രഹവുമാണ് അതിനുള്ള അവരുടെ പ്രചോദനം. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 സൈന്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു പറഞ്ഞത്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖതാ ഫിഅതുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വ ഉഖ്റാ കാഫിറ. തീർച്ചയായും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ഫീ ഫിഅതൈനിൽ തഖതാ, ഏറ്റുമുട്ടിയ 2 സൈന്യങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അതിലൊരു സംഘം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച് പോരാട്ടം നടത്തിയവരാണ്. വ ഉഖ്റാ കാഫിറ, മറ്റൊരു സംഘമാകട്ടെ സത്യനിഷേധത്തിൻ്റെ ആളുകളുമാണ്. അപ്പോൾ ആ 2 സംഘത്തിൽ ഇസ്ലാമിക സൈന്യത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് അവർ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങിയവരാണ് എന്ന്. അപ്പം ഇത് പടച്ചോന്റെ മാർഗത്തിലാണ് എന്ന ചിന്ത, ഇതിന് കൂലി കിട്ടുമെന്നും ഇതിന് സ്വർഗമുണ്ട് എന്നവരുടെ ബോധ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് പറയുന്നുണ്ട്, ബദറിൽ സൈന്യം, ഈ ഇസ്ലാമിക സംഘത്തിന് ഒരു വാഹനത്തിൻ്റെ പുറത്ത് 3 ആളുകൾ മാറി മാറി യാത്ര ചെയ്യുക എന്നതായിരുന്നു അവർക്കുണ്ടായിരുന്ന വാഹനത്തിൻ്റെ ലഭ്യതക്കുറവ് കാരണം അവർ ചെയ്തിരുന്ന രീതി. അങ്ങനെ അബൂ ലുബാബയും അലി റളിയല്ലാഹു അൻഹും, ഈ 2 സ്വഹാബിമാരാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയ കൂട്ടുകാർ. 3 ആളുകൾ, ഒന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഈ 3 പേരുമാണ് ഒന്നിച്ചു പോകുന്നത്. ആ സമയത്ത് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾ വാഹനപ്പുറത്ത് സഞ്ചരിക്കൂ, ഞങ്ങൾ നടന്നുകൊള്ളാം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, മാ അൻതുമാ ബി അഖ്വാ മിന്നി. അബൂ ലുബാബ, അലി റളിയല്ലാഹു അൻഹുമാ, നിങ്ങൾ 2 പേരും എന്നേക്കാൾ ശക്തരല്ല. ഈ മണ്ണിലിറങ്ങി നടക്കാൻ എനിക്ക് കഴിയുന്ന അത്ര നിങ്ങൾക്ക് സാധിക്കുകയില്ല. വല അന ബി അഗ്നാ അനിൽ അജ്രി മിൻകുമാ, ഇനി പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെക്കാൾ ധന്യനുമല്ല.
നിങ്ങളൊക്കെ അധ്വാനിച്ചാലേ കൂലി കിട്ടൂ, ഞാൻ വെറുതെ നടന്നാലും കൂലി കിട്ടുന്നില്ല, ഞാനും ഇതൊക്കെ ചെയ്താലേ എനിക്ക് കൂലി കിട്ടൂ, അതുകൊണ്ട് ആ ഊഴം വെച്ചു തന്നെ നമുക്ക് പോകാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെടുത്ത് നോക്കൂ സഹോദരങ്ങളെ. പരലോകത്ത് കൂലി കിട്ടുന്ന കാര്യത്തിൽ ഞാൻ നബിയല്ലേ എന്നതുകൊണ്ട് എനിക്കൊരു പ്രത്യേകതയുണ്ടാവുകയില്ല, ഞാനും അധ്വാനിക്കണമെന്ന ആ ബോധ്യമാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പങ്കുവെക്കുന്നത്. ഇനി സ്വഹാബത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ അവിടെയും നമുക്ക് കാണാം. മഹാനായ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുമ, സഅദ് മകനാണ്, ഖൈസമ പിതാവാണ്, രണ്ടുപേരും സ്വഹാബിമാരാണ് റളിയല്ലാഹു അൻഹുമ. ഈ രണ്ടാളും ബദറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ ഒരുക്കുമ്പോൾ വീട്ടിൽ നടത്തിയ ഒരു സംസാരമുണ്ട്. പലവരും നമ്മൾ കേട്ടതാണത്. ബാപ്പ മകനോട് പറയാണ്, മോനെ, നമ്മൾ രണ്ടാളും യുദ്ധത്തിന് പോകുമ്പോൾ വീട്ടിൽ ആളുണ്ടാവുകയില്ല, അതുകൊണ്ട് ഒരാളെ ഇന്ന് പുറപ്പെടാൻ പാടുള്ളൂ, നീ ചെറുപ്പമാണ്, അള്ളാഹു ആയുസ് തന്നാൽ ഇനിയും നിനക്ക് അവസരമുണ്ട്, ഈ അവസരം നീ ഉപ്പാക്ക് തരുമോ എന്ന്. അവിടെ മകൻ സഅദ് റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, യാ അബി, എൻ്റെ പൊന്നുപ്പ, ലൗ കാന ഗൈറുൽ ജന്ന ലആസർതുക ബി, ഇതിന് കിട്ടാനുള്ള കൂലി സ്വർഗമല്ലായിരുന്നെങ്കിൽ ഞാൻ ഉപ്പ എന്ന നിലക്ക് നിങ്ങളെ പരിഗണിക്കുമായിരുന്നു. ഇത് സ്വർഗം കിട്ടാനുള്ള പണിയാണ്, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഉപ്പ എന്ന നിലക്ക് എൻ്റെ സ്വർഗത്തിൻ്റെ അവസരം നിങ്ങൾക്ക് തരാൻ ഞാൻ ഒരുക്കമാവുകയില്ല എന്ന്. അവസാനം ചരിത്രത്തിൽ നമുക്ക് കാണാം, രണ്ടുപേരും നറുക്കെടുക്കുകയും മകൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ നറുക്ക് വീഴുകയും അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുകയും ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു എന്ന് ബദറിന്റെ ചരിത്രം പറയുന്നു. നോക്കൂ നിങ്ങൾ, ലൗ കാന ഗൈറുൽ ജന്ന, സ്വർഗമല്ലായിരുന്നെങ്കിൽ, സ്വർഗത്തിന് വേണ്ടിയാണ് എന്നതാണ് അവരുടെ പ്രചോദനം. ഇനിയും നമുക്ക് ചരിത്രത്തിൽ കാണാം, മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, സ്വഹാബ നിങ്ങൾ ഒരുങ്ങിക്കോ, ഇത് ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള ഒരു സ്വർഗം കിട്ടാനുള്ള പണിയാണ്, അതിനോട് നിങ്ങൾ തയ്യാറായിക്കോളൂ. അപ്പോൾ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുമാം അൽ അൻസാരി ഇങ്ങനെ പറയുന്നുണ്ട്, ഓ എത്ര ലാഭകരമായ കാര്യം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് താങ്കൾ അങ്ങനെ പറയാൻ? പ്രവാചകരെ, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗം, അനുഗ്രഹങ്ങളുടെ സമ്പൂർണ്ണ കേന്ദ്രമായ സ്വർഗമാണ് ഇതിന് കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിൽ ഒരു അംഗമാകാൻ, അതിൻ്റെ അഹിലുകാരനാകാൻ പ്രവാചകരെ ഞാനും ആഗ്രഹിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ താങ്കൾ അതിലുണ്ട്. അദ്ദേഹം ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കാൻ അദ്ദേഹം പറയാണ്, ഖാല ലൈൻ അന ഹയീതു ഹത്താ ആകുല തമറാതി ഹാദിഹി ഇന്നഹാ ലഹയാതുൻ തവീല. പ്രസവനെ, ഞാൻ ആ സ്വർഗത്തിന്റെ അഹലുകാരനാകുമെങ്കിൽ അതിനു വേണ്ട പോരാട്ടത്തിന് ഇറങ്ങുന്നതിന്റെ മുൻപ് എൻ്റെ കയ്യിലുള്ള ഈ ഈത്തപ്പഴം തിന്നു തീർക്കാൻ ഇനിയും ഞാൻ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അതൊരു ദീർഘമായ ജീവിതകാലമായിരിക്കും. എന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയാണ്, ഫറമാ ബിമാ കാന മഅഹു മിനത് തംർ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഈത്തപ്പഴങ്ങൾ എറിഞ്ഞു, തുമ്മ ഖാതല ഹത്താ ഖുതില, എന്നിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തു ഷഹീദാകുന്നത് വരെ. നോക്കൂ നിങ്ങൾ, പടച്ചോനെ, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള ഒരു സ്വർഗമുണ്ടെങ്കിൽ, ആ സ്വർഗത്തിന്റെ അഹലുകാരിൽ ഞാനുണ്ടെങ്കിൽ, അതിനുവേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ പോരാട്ടത്തിന് ഇറങ്ങാൻ ദുനിയാവിന്റെ 2-3 ഈത്തപ്പഴം എനിക്ക് തടസ്സമാകരുത് എന്ന് പറഞ്ഞ സഹാബത്ത്. സ്വർഗമായിരുന്നു അവരുടെ പ്രചോദനം. സഹോദരങ്ങളെ, ഇന്നും നമ്മൾ ബദറിന്റെ ആ അത്ഭുതകരമായ ചരിത്രം നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇനി സ്വന്തത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇന്ത്യ പോലെയുള്ള സ്വതന്ത്രമായ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ ഒരു ആയുധം പേറേണ്ട സാഹചര്യം നമുക്കില്ല. അള്ളാഹു നമുക്കതിനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. അള്ളാഹു ഈ നാടിൻ്റെ ഈ നന്മ ഇങ്ങനെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷേ സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഈ സ്വഹാബത്ത് പോകുന്ന സ്വർഗം ആഗ്രഹിച്ച് നോമ്പെടുത്തവരെ, സാധാരണത്തേതിനേക്കാൾ കുറച്ചധികം ഖുർആൻ ഓതുന്നവരെ, രാത്രി നിസ്കരിക്കുന്നവരെ, വിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് ഏതാനും ചില ആയത്തുകളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആയത്ത് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 23 അല്ലാഹ് പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖദാ റബ്ബുക, നിന്റെ റബ്ബിന്റെ നിർണിതമായ തീരുമാനമാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ.
ഈ കൽപ്പന നമ്മൾ നെഞ്ചേറ്റോ? അള്ളാനെ മാത്രം ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ള, ആ പടച്ചവന് മാത്രം ഇബാദത്തെടുക്കാൻ പള്ളി ഉണ്ടാക്കാൻ നിയമം അനുവദിക്കുന്ന, ആ പള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിയമപാലകർ കാവൽ നിന്ന് തരുന്നൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ, തൗഹീദ് ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു കറുത്തതോ വെളുത്തതായ ഒരു നൂല് പോലും ശിർക്കിൻ്റെതായി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിച്ചോ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. നന്മ ചെയ്യാൻ പറ്റിയോ സഹോദരങ്ങൾ? ഈ റമദാനിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും നന്മ ചെയ്തോ നമ്മൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. പ്രായാവസ്ഥയിൽ നിന്റെ അടുത്ത് കിട്ടിയാൽ പരിപാലിക്കണം. അവരെ പേടിപ്പെടുത്തുന്ന സംസാരം ഉണ്ടാകരുത്. ചേ എന്ന വാക്കുപോലും പറയാതെ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി സംരക്ഷിക്കണം ഉമ്മാനെ ഉപ്പാനെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ. തങ്ങളെക്കാൾ 3 ഇരട്ടി വരുന്ന ഒരു സൈന്യത്തെ നേരിടാൻ പോകുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് രോഗിയായ ഉമ്മാന്റെ ചുളിഞ്ഞു തുടങ്ങിയ ശരീരത്തിൽ കൈവച്ചൊരു പ്രാർത്ഥന നിർവഹിക്കൽ. അതിനെങ്കിലും സാധിച്ചിട്ടുണ്ടോ നമുക്ക്? എന്നിട്ട് അള്ളാഹു തുടർന്നു പറഞ്ഞത്, തൗഹീദിന്റെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, കുടുംബബന്ധം ചേർക്കണം, സാധുവിനെ പരിഗണിക്കണം, ദൂർത്തൊഴിവാക്കണം. സാധിച്ചോ ഖുർആനിന്റെ ആയത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ? ദൂർത്തിന്റെ ആളുകൾ ഇന്നൽ മുബദ്ദീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദൂർത്ത് നടത്തുന്ന ആളുകൾ പിശാചിന്റെ മിത്രങ്ങളാണ്. ഈ റമദാനിൽ പോലും നമ്മൾ കാണുന്നത് എന്താ? കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് ഈ പള്ളി വിട്ട് യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മുടെ പരിസരത്തെ കടകളിൽ ആണും പെണ്ണും കൂടിക്കലർന്ന് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണ്. നട്ടപ്പാതിര നേരത്ത് നേരം പുലരുവോളം തുറന്നു വെക്കുന്ന കടകളുടെ മുന്നിൽ തിരക്കാണ് നമുക്ക്. 1000-2000 രൂപ പെർ ഹെഡ് ചാർജ് ചെയ്യുന്ന കടകളിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ദൂർത്താണ് ഈ റമദാനിന്റെ ഏറ്റവും വലിയ ട്രെൻഡ്. പാലിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? പിന്നെ അല്ലാഹു പറഞ്ഞത് പിശുക്കൊഴിവാക്കണമെന്നാണ്. അനേകം മനുഷ്യർ പല നാടുകളിൽ നിന്ന് പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി ആവർത്തിച്ചു വന്നു കൈനീട്ടി. കൊടുത്തവരുണ്ട് നമ്മൾ. പക്ഷെ എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് ഉണ്ടായോ? നമ്മുടെ ഈ സ്വന്തം പള്ളിക്ക് വേണ്ടി ആവർത്തിച്ചു പറഞ്ഞിട്ട് നമ്മുടെ ഒരു വിഹിതം കൊടുക്കാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചോ? സക്കാത്ത് കണക്ക് നോക്കി കൊടുത്തോ? പിശുക്കൊഴിവാക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. കുട്ടികളെ കൊല്ലരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. ഏറ്റവും മ്ലേച്ഛമായ മോശമായ വഴിയാണത്. മൊബൈലിലെ ഒരിത്തിരി പോന്ന കാഴ്ച കൊണ്ടുപോലും, ചാറ്റിങ്ങിലെ ഒരു മെസ്സേജ് കൊണ്ടുപോലും ഞാൻ വ്യഭിചാരിയായിട്ടില്ലെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അനാഥയുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അനാഥയുടെ കാര്യത്തിൽ ഒരിക്കലും വീഴ്ച വരുത്തരുത്. സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കരുത് എന്നല്ല പറഞ്ഞു. പാലിക്കാൻ നമുക്ക് പറ്റിയോ? കച്ചവടം ചെയ്യുമ്പോൾ അളന്നു കൊടുക്കുന്നിടത്തും തൂക്കിക്കൊടുക്കുന്നിടത്തും നിങ്ങൾ കൃത്രിമം കാണിക്കാതെ നീതി പാലിക്കണം എന്ന് പറഞ്ഞു. വിശാലമായൊരു മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന മനുഷ്യരെ 50 പൈസയുടെ കളങ്കം എൻ്റെ കച്ചവടത്തിൽ ഇല്ല എന്ന് സ്വർഗത്തിന് വേണ്ടി തീരുമാനിക്കാൻ നമുക്ക് സാധിച്ചോ? ജീവിതത്തിൽ ഒരു കൃത്രിമവും കാണിക്കാതെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ ഒരർത്ഥത്തിലുമുള്ള കൃത്രിമം ഇവിടെ കച്ചവടമാണ് പറഞ്ഞത്. ജീവിതത്തിൽ എവിടെയും തട്ടിപ്പ് നടത്താത്തവർ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പരീക്ഷയുടെ ദിവസങ്ങളിലാണ്. സ്വന്തം അധ്യാപകരെ പറ്റിക്കുന്ന, കോപ്പിയടിക്കുക എന്നൊരു തെറ്റുപോലും എൻ്റെ അടുത്ത് ഉണ്ടാവുകയില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റി. ഒരർത്ഥത്തിലുമുള്ള കൃത്രിമം കാണിക്കാതിരിക്കാൻ നമുക്ക് സാധിച്ചോ? നമ്മൾ ആലോചിക്കണം. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്കറിവില്ലാത്ത ഒന്നിന്റെയും പിറകെ നീ പോകരുത്. കാതും കണ്ണും ഹൃദയവും പരലോകത്ത് ചോദ്യം ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതൊക്കെ ലൈക്കും ഷെയറും ചെയ്യലല്ല വിശ്വാസിയുടെ പണി. ചിന്തിക്കണം. സയനിസ്റ്റ് ഭീകരത അതിൻ്റെ സർവമായ വിഷപ്പല്ലും കാട്ടി ആക്രമിക്കുകയാണ് നമ്മളെ. അവർക്കൊരു തിരിച്ചടി വേണം. ആരവരെ പരാജയപ്പെടുത്തിയാലും വിശ്വാസിക്കത് സന്തോഷമാണ്. അതുകൊണ്ട് സയനിസ്റ്റ് ഭീകരതക്കെതിരെ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. ജൂതൻ അവന്റെ സർവായുധങ്ങളും എടുത്ത് ഉപയോഗിക്കുമ്പോൾ
പ്രാർത്ഥനയാകുന്ന ആയുധം നമ്മൾ തിരിച്ചുപയോഗിക്കണം. പക്ഷേ അത് ഷിയാക്കളെ വെള്ളപൂശിയിട്ടാകരുത്, ഷിയാക്കൾക്ക് ലൈക്ക് കൊടുത്തിട്ടാകരുത്, ഷിയാക്കൾക്ക് വീരപരിവേഷം കൊടുത്ത് അവരെ നേതാക്കന്മാരുടെ ഫോട്ടോ BGM ഇട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടാകരുത്. അറിയാത്തതിന്റെ പിറകെ പോകരുത്. മരണത്തിനപ്പുറം കണ്ണിനെക്കുറിച്ച്, കാതിനെക്കുറിച്ച്, ഹൃദയത്തെക്കുറിച്ച് ചോദിക്കും റബ്ബ് എന്ന് പറഞ്ഞ ആയത്ത് ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അഹങ്കരിക്കരുത് എന്നാണ് അടുത്ത വചനത്തിൽ അല്ലാഹ് പറഞ്ഞത്. മാന്യമായി ജീവിക്കാൻ, മൃദുലമായി സംസാരിക്കാൻ സാധിച്ചു സഹോദരങ്ങൾ. ഈ ആയത്തുകളൊക്കെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 23 മുതൽ 37 വരെയുള്ള ഈ ആയത്തിൽ പറഞ്ഞ ഏതു കാര്യമാണ് ഈ ഇരിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? ബദറിന്റെ ത്യാഗ ചരിത്രം പറയുമ്പോൾ കണ്ണു നിറയുന്ന നമ്മൾ, ബദറിന്റെ ചരിത്രത്തിന്റെ ശകലങ്ങൾ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് നഷീദുകൾ കൊടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന നമ്മൾ, സ്വഹാബത്തിന്റെ ത്യാഗമോർത്ത് വാചാലമായി സംസാരിക്കുന്ന നമ്മൾ, തൗഹീദുള്ളവരാകാൻ പറ്റിയോ? ഉപ്പാനി ഉമ്മാനിയും പരിഗണിക്കാൻ പറ്റിയോ? പിശുക്കില്ലാത്തവരാകാൻ കഴിഞ്ഞോ? വ്യഭിചാരത്തുനിന്ന് വിട്ടു നിൽക്കാൻ കഴിഞ്ഞോ? അളവത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതെ മാന്യമുള്ള കച്ചവടക്കാരനാകാൻ നമുക്ക് സാധിച്ചോ? സത്യസന്ധമായി സംസാരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടോ? ഓരോ കാര്യവും പഠിച്ച നിലപാട് സ്വീകരിക്കുന്നവരാണോ നമ്മൾ? അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പിശുക്കില്ലാതെ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഭ്രൂണഹത്യ പോലും നിർവഹിക്കാതെ ഭാര്യ ഗർഭിണിയായി, ആ പ്രസവം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഗർഭിണിയായി, അള്ള തന്നതാണ് എന്ന് പറഞ്ഞ ആ മകനെ ഏറ്റെടുത്തോ? അതോ ആ ഗർഭാശയത്തിൽ തന്നെ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞോ? നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങൾ. ഇതൊക്കെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതോ? എത്ര നിസ്സാരമായ കാര്യങ്ങൾ. നിങ്ങളുടെ വസ്ത്രം നെരിയാണിക്ക് മുകളിലാകണമെന്ന് പറഞ്ഞത്, വലത് കൈകൊണ്ടേ കഴിക്കാവൂ എന്ന് പറഞ്ഞത്, നിങ്ങൾ മുടി മുറിക്കുമ്പോ ഒരു ഭാഗം പൂർണ്ണമായി വടിച്ചെടുക്കുന്ന രൂപത്തിൽ ക്രോപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞത്, മുടി കറുപ്പിക്കരുതെന്ന് പറഞ്ഞത്, നിങ്ങളുടെ മുഖത്ത് താടി രോമങ്ങൾ നിങ്ങൾ വെറുതെ വിട്ടേക്കണമെന്ന് പറഞ്ഞത്, നമസ്കാരത്തിൽ മറ്റൊരുത്തന്റെ കാലിനോട് ചേർത്ത്, ചുമലിനോട് ചേർത്ത് സ്വഫ് കെട്ടണമെന്ന് പറഞ്ഞത്, ജുമഅക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് പള്ളിയിൽ കയറണമെന്ന് പറഞ്ഞത്, ജമാഅത്തായി കാരണമില്ലെങ്കിൽ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണമെന്ന് പറഞ്ഞത്, നിസ്കാരം കഴിഞ്ഞാൽ ഒരല്പസമയം ഇരുന്ന് ദിക്റുകൾ ചൊല്ലണം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലാൻ സമയം കാണണമെന്ന് പറഞ്ഞത്, പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്റുകൾക്ക് നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞത്, വിശുദ്ധ റമദാനിന്റെ രാത്രികളിൽ അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് പറഞ്ഞത് പാലിക്കാൻ സഹോദരങ്ങൾ നമുക്ക് സാധിച്ചോ? തങ്ങളെക്കാൾ 3 ഇരട്ടി വരുന്ന ഒരു സൈന്യത്തിന്റെ നേരെ ഒട്ടിപ്പിടിച്ച വയറുമായി റമദാനിന്റെ ദിനങ്ങളിൽ പൊട്ടിയ വാളുമായി സ്വഹാബത്ത് പോരാട്ടത്തിനിറങ്ങിയ ത്യാഗത്തിന്റെ ഒരംശമില്ല എനിക്ക് നിങ്ങൾക്കും ചെയ്യാൻ. എന്നിട്ടും ആ സ്വർഗം നമുക്ക് അകലെയായാൽ, എന്നിട്ടും ആ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാനുള്ള അർഹതയുണ്ടായില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗരാരാണ് മനുഷ്യരെ? സ്വതന്ത്രമായൊരു മണ്ണിൽ ജീവിക്കാൻ പടച്ചോൻ അവസരം തന്നിട്ട് സമയത്ത് സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കില്ലെങ്കിൽ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴത്തെ പ്രാർത്ഥന അതുല്യമായൊരു പ്രാർത്ഥനയാണതെന്ന് പറഞ്ഞിട്ട് കണ്ടവന്റെ കച്ചവടത്തിന് ലാഭമുണ്ടാക്കാൻ ആണും പെണ്ണും കൂടിക്കലരുന്ന തോന്നിയാസത്തിലാണ് നമ്മൾ പോയി നോമ്പ് തുറക്കുന്നതെങ്കിൽ നമ്മളെക്കാൾ ഭാഗ്യം കെട്ടവരാരുണ്ട് ഈ മണ്ണിൽ? ചിന്തിക്കേണ്ട സഹോദരങ്ങളെ നമ്മൾ. അതുകൊണ്ട് പടച്ചോൻ സ്വർഗം വെറുതെ തരാനല്ല പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, അമ ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമ സ്വാബിരീൻ, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ആര് പണിയെടുക്കുമെന്ന് പടച്ചോൻ നോക്കാതെ, നിങ്ങൾക്ക് ആർക്കാണ് ക്ഷമിക്കാനുള്ള കഴിവെന്ന് പടച്ചോൻ പരീക്ഷിക്കാതെ വെറുതെ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാണ്. അനാവശ്യങ്ങൾ കാണുമ്പോൾ, ട്രെൻഡുകൾ കാണുമ്പോൾ ക്ഷമിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? മുഖത്തെ താടി കാണുമ്പോൾ പരിഹസിക്കുന്നവന്റെ മുന്നിൽ തൻ്റെ ഇടത്തോടു കൂടി ആ താടി വളർത്തി ജീവിക്കാനുള്ള ഈമാനികമായ കരുത്ത്, ഇസ്ലാമിന്റെ ആളാണെന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവന്റെ മുന്നിൽ ഞാനൊരു തികഞ്ഞ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച് ജീവിക്കാനുള്ള കരുത്ത്, അതൊക്കെ ഉണ്ടോ എന്ന് പരീക്ഷിച്ചിട്ടും പരിശോധിച്ചിട്ടും തന്നെ നിങ്ങൾക്ക് സ്വർഗം തരൂന്ന് പടച്ചോൻ പറയാണ് സൂറത്ത് ആൽ ഇംറാനിന്റെ 142. നമ്മുടെ സഹോദരങ്ങളെ, സ്വഹാബത്ത് ബദറിൽ പോരാട്ടം നടത്തി ത്യാഗം സഹിച്ച് ആ ബദറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കുമാണ് അള്ളാന്റെ അനുഗ്രഹം, ഷഹീദായവർക്ക് മാത്രമല്ല.
അവർക്ക് വല്ലാത്ത പവിത്രതയും സവിശേഷതയുമാണ് അല്ലാഹു കൊടുത്തത്. പോരാട്ടങ്ങൾ അതിന് ശേഷം വീണ്ടും ഉണ്ടായിട്ടുണ്ട്. പോരാട്ടങ്ങൾ, ത്യാഗം നിറഞ്ഞ അനുഭവങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബദർ അതൊരു നിർണായക രംഗമായിരുന്നു. ആ മനുഷ്യർക്ക് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്ന സ്വർഗം കിട്ടാൻ ഒരിത്തിരി ഭക്ഷണത്തിന്റെ മുന്നിൽ ക്ഷമ കാണിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിന് അർഹരാകുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് അല്ലാഹും റസൂലും പറഞ്ഞത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബദറിൻ്റെ തലേരാവ് അഥവാ ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു ദിവസം, റമദാനിൻ്റെ 16 രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് സുബഹിക്കും നമ്മളത് കേട്ടു. അല്ലാഹുമ്മ തുഹ്ലിക ഹാദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം. അല്ലാഹുവേ, ഇസ്ലാമിൽ നിന്നുള്ള ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഫലാ തുഅബദ് ഫിൽ അർദി അബദ, പിന്നെ ഈ മണ്ണിൽ നീ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ. എന്തിന് ബദർ? എന്തിനവർ പോരാട്ടത്തിനിറങ്ങി? തൗഹീദ് നിലനിൽക്കാൻ. പക്ഷെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്നത് തൗഹീദിന് വേണ്ടി ജീവൻ കൊടുത്ത, തൗഹീദിന് വേണ്ടി റസൂലെ ഒരു കടല് കാണിച്ചെന്നാണ് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങാൻ ഞങ്ങൾ ഒരുക്കാണെന്ന് പറഞ്ഞ ആ ബദിരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും, ഇന്നത്തെ ഈ ദിവസങ്ങൾ പോലും ബദിരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരുടെ പേരിൽ പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിച്ച് അവരുടെ പേരിൽ ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്ന ഈ ഒരു ജനത എത്ര വലിയ ധിക്കാരമാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് ചില ആളുകൾ ഭയങ്കര മാന്യമായി പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഭക്ഷണത്തിനോട് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല, പക്ഷെ ഒരു ഭക്ഷണം കൊടുന്നാലൊക്കെ കഴിക്കും. ഏതിന്? അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പോരാട്ടം നടത്തിയ മനുഷ്യർ അവരെന്തിനു വേണ്ടി അധ്വാനിച്ചു, അതിന് നേർ വിപരീതമായി അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് കഴിക്കുന്നവരിൽ പോലും നമ്മൾ ഉണ്ടാകരുത്. നമ്മുടെ പ്രാർത്ഥനകൾ ബദരീങ്ങളും പ്രാർത്ഥിച്ച റബ്ബിലേക്ക് മാത്രം ഉയരാൻ, നമ്മുടെ തൗഹീദ് കണിശമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയുമുള്ള നമ്മുടെ കളക്ഷൻ, നമ്മുടെ പള്ളിയുടെ കാര്യം എല്ലാ ഖുതുബയിലും സൂചിപ്പിക്കുന്നതാണ്. ഇനിയും നമുക്ക് ഒരുപാട് തുക ഇപ്പോഴും അത് കടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഉത്തരവാദിത്തം മറക്കാതെ ഏറ്റെടുക്കണം. സക്കാത്തിൻ്റെ കാര്യം എല്ലാ ഖുതുബയിലും ഓർമ്മപ്പെടുത്തിയത്, അതിന് കണക്ക് നോക്കി അതിൻ്റെ ആളുകളെ ഏൽപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു രോഗികൾക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചർബി വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമം നടത്തുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറബ് ലോകത്ത്, പശ്ചിമേഷ്യയിൽ വലിയ പ്രയാസങ്ങൾ നമ്മുടെ സഹോദരങ്ങളുടെ മുന്നിൽ ഒരു ഭീഷണി എന്ന നിലക്ക്, ഭീതി എന്ന നിലക്ക് നിലനിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ആ നാടുകൾക്ക് അതിൻ്റെ എല്ലാ നിർഭയത്വവും അള്ളാഹു തിരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടുകളെ ലക്ഷ്യം വെക്കുന്ന ശത്രുവിൻ്റെ എല്ലാ അധ്വാനങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. സയനിസ്റ്റ് ഭീകരതയ്ക്ക് അള്ളാഹു പൂർണ്ണമായ പതനം നൽകി അള്ളാഹു വിശ്വാസികളെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.